സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ തൃത്വത്തിലെ ഐക്യത എന്ന വിഷയമാണിവിടെ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. അവിടെ യേശുക്രിസ്തു സർവജ്ഞാനി, അതാണ് നമ്മളിവിടെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിശകലനം ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, തന്നെക്കുറിച്ച് എന്താണ് ശിഷ്യന്മാരുടെ അഭിപ്രായം, താൻ ആരെന്നാണ് ശിഷ്യന്മാർ കരുതുന്നത്. പത്രോസ് പറയുന്നു, അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈ വെളിപ്പാടാണ് ദൈവസഭ പണിയുവാൻ അടിസ്ഥാനമായിരിക്കുന്നത്. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ ആളത്വത്തിൽ മൂന്നായിരിക്കുമ്പോൾ അസ്തിത്വത്തിൽ ഒന്നായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം പിതാവ് ആത്മാവാണ്, പുത്രൻ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ആത്മാവാണ്. പിതാവിലും പുത്രനിലും വ്യാപരിക്കുന്നത് ഒരേ ആത്മാവാണ്. ആ അടിസ്ഥാനത്തിലാണ് ഏകത്വം വെളിപ്പെടുന്നത്. അതിൽ തന്നെ ദൈവം സർവജ്ഞാനിയാണ്. നമുക്കറിയാം, സൃഷ്ടിയോടെ ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം മുഴുവൻ സൃഷ്ടിയോടെ ബന്ധത്തിലെ വിവരണങ്ങളാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യചന്ദ്രന്മാരെ, നക്ഷത്രങ്ങളെ, മറ്റ് പ്രകാശഗോളങ്ങളെ ഒക്കെ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇത്ര ഭംഗിയായി, ക്രമമായി, ചിട്ടയോടെ ഈ പ്രപഞ്ചത്തെ ക്രമീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം വർണ്ണനാതീതമാണ്. ഓർക്കണം, ഈ സൃഷ്ടിയോടെ ബന്ധത്തിലൊക്കെ യേശുക്രിസ്തു സജീവമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ സാന്നിധ്യം ഈ പ്രപഞ്ച സൃഷ്ടിയുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഈ വചനം ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിനെ കൂടാതെ യാതൊരു സൃഷ്ടിയും നടന്നിട്ടില്ല. അപ്പോൾ ഓർക്കണം, സൃഷ്ടിയോടെ ബന്ധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സർവജ്ഞാനവും നമുക്കവിടെ ദർശിക്കാൻ കഴിയും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനം സൃഷ്ടിയോടെ ബന്ധത്തിൽ
വ്യത്യസ്തമായ നിലവാരത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിയോട് ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും യേശുക്രിസ്തുവിൻ്റെ പ്രാതിനിധ്യവും അവിടെ വ്യക്തമാകുകയാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പോൾ ദൈവവും യേശുക്രിസ്തുവും ഇവിടെ പരാമർശിക്കപ്പെടുന്നു. അവിടെ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഇടപെടൽ ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം ഏത് മേഖലയിൽ വെളിപ്പെടുന്നു എന്നുള്ളത് എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 3:9 മുതൽ 11 വരെ. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഇവിടെ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെക്കുറിച്ചും അതിൽ യേശുക്രിസ്തുവിൻ്റെ പ്രകടമായ ഇടപെടലിനെക്കുറിച്ചും നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. നോക്കണം, ദൈവം സർവജ്ഞാനിയാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തു സർവജ്ഞാനിയാണ്. മനുഷ്യ സൃഷ്ടിയോട് ബന്ധത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 139 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 139-ാമത്തെ സങ്കീർത്തനം 13 മുതൽ 15 വരെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. മനുഷ്യൻ്റെ സൃഷ്ടിയോട് ബന്ധത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം സങ്കീർത്തനങ്ങൾ 139 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. സങ്കീർത്തനങ്ങൾ 139 1 മുതൽ 4 വരെ. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ
നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. അപ്പോൾ ദൈവം എത്രത്തോളം നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ജ്ഞാനിയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യിരെമ്യാപ്രവചനം 17-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. യിരെമ്യാപ്രവചനം 17-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ശ്രദ്ധിക്കണമേ, എത്രത്തോളം മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവം അറിയുന്നു, ശോധന ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാകുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നാം ഇതേ ആശയത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുന്ന കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം ഇസ്കുരിയോത്ത യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് മറ്റൊരുവനെ തിരഞ്ഞെടുക്കുന്നുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാർ ദൈവസന്നിധിയിൽ നടത്തുന്നൊരു പ്രാർത്ഥന നമ്മളിവിടെ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 24-25. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ഇന്നത്തെ പ്രാർത്ഥന ഇതാണ്: സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. അപ്പോൾ ഇവിടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ്? ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിൻ്റെ ഉറപ്പിന് വേണ്ടി. വീണ്ടും സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു മറ്റുള്ളവരുടെ ഹൃദയ വിചാരങ്ങളെ ഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സുവിശേഷത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 1-12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 1-12 വരെയുള്ള വാക്യങ്ങൾ, അവിടെ കഫർന്നഹൂമിൽ ഒരു പക്ഷപാതക്കാരനെ ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് 4 ആളുകൾ ഇറക്കുകയാണ് യേശുവിൻ്റെ മുമ്പിലേക്ക്. 5-ാമത്തെ വാക്യം മുതൽ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ,
എഴുന്നേറ്റ് കിടക്ക് എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക് എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച്. അപ്പോൾ ഇവിടെ പക്ഷവാതക്കാരനോട് അവൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രിമാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? അവർ മനസ്സിൽ ചിന്തിക്കുന്നത്, ഹൃദയത്തിൽ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിടെ വ്യക്തമാക്കുകയാണ്, പരസ്യമാക്കുകയാണ്. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? അതായത് മറ്റുള്ളവരുടെ ഹൃദയ വിചാരങ്ങളെ ദൂരത്തു നിന്നറിയുന്ന യേശുക്രിസ്തു, അവിടുത്തെ ജ്ഞാനം. നോക്കണം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ, വിചാരങ്ങളെ അറിയുന്ന യേശുക്രിസ്തു, അവിടുത്തെ ജ്ഞാനം. നോക്കണം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പാപിയായ ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ കാല് പരിമള തൈലം കൊണ്ട് കഴുകി അവളുടെ തലമുടി കൊണ്ട് ആ കാല് തുടയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ കാല് തൈലം കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് ആ കാല് ചുംബിക്കുകയാണ്. അപ്പോൾ 39-ാമത്തെ വാക്യത്തിൽ അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാവിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ പറയുക, ഉള്ളിൽ ചിന്തിക്കുകയാണ്, പ്രവാചകനായിരുന്നെങ്കിൽ ഇവൾ ആരെന്നറിയുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അവൻ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ 40-ാമത്തെ വാക്യം, ലൂക്കോസ് 7:40, ശിമോനെ നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. 41 മുതൽ, കടം കൊടുക്കുന്ന ഒരുത്തൻ 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലാകിയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. 47-ാമത്തെ വാക്യം, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ പരീശൻ ഹൃദയത്തിൽ ചിന്തിക്കുന്ന
ചിന്തകൾക്ക് യേശുക്രിസ്തു ശിമോനിലൂടെ മറുപടി കൊടുക്കുകയാണ്. നോക്കണം, നമ്മുടെ ചിന്തകളെ, ഹൃദയവിചാരങ്ങളെ ദൂരത്ത് നിന്നറിയുന്ന, അത് ഗ്രഹിക്കുന്ന ഒരു യേശുക്രിസ്തു ഒരേ സമയം നമുക്ക് ധൈര്യം തരുന്നു. അതേസമയം നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവിടെ വ്യക്തമാകുന്നുണ്ട്. കാരണം നമ്മുടെ ഏതവസ്ഥയും അറിയുന്ന, മനസ്സിലാക്കുന്ന ജ്ഞാനിയായ, സർവജ്ഞാനിയായ യേശുക്രിസ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 64-ാമത്തെ വാക്യത്തിൽ, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. അവിടെ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അത് നേരത്തെ യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ സർവജ്ഞാനം. മനുഷ്യനുള്ള ബന്ധത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങൾ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കര്യോത്താവിൻ്റെ മകനായ യൂദായെക്കുറിച്ച് പറഞ്ഞത്. ഇവൻ 12 ഒരുത്തൻ, എങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാനുള്ളവനായിരുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിച്ച് ശേഷം കാതലായ ആത്മീയ സത്യങ്ങളെ യേശുക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ അടുത്ത ദിവസം യേശുവിനെ കാണാൻ വന്ന ജനം യേശുവിനെ വിട്ട് പിന്മാറിപ്പോവുകയാണ്. ആ വേളയിലാണ് യേശുക്രിസ്തു ഇത് പറയുന്നത്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അതിനോടനുബന്ധിച്ച് യേശുക്രിസ്തു അവിടെ യൂദയുടെ കാര്യവും വെളിപ്പെടുത്തുകയാണ്. അതായത് നാം ആയിരിക്കുന്ന അവസ്ഥകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ, നമ്മുടെ സാഹചര്യങ്ങളെ എല്ലാം അറിയുന്ന യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനം അവിടെ വെളിപ്പെടുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. നീ സകലതും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറയുക യേശുവിൻ്റെ അടുത്ത്, സകലതും അറിയുന്നു എന്നുള്ള തിരിച്ചറിവ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ ഇടപെടൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. എന്നാൽ ആദ്യം യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ദിദിമോസ് എന്ന തോമസ് ആ കൂട്ടത്തിലില്ല.
ആ തോമസിന് യേശുക്രിസ്തുവിൻ്റെ ആ പ്രത്യക്ഷതയെക്കുറിച്ച് സംശയം തോന്നുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറെ. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 26-27 വാക്യങ്ങൾ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. 28-ാമത്തെ വാക്യം. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ആദ്യം യേശു വരുമ്പോൾ തോമസ് ഇല്ല. ശേഷമുള്ള ഈ തോമസിൻ്റെ പ്രതികരണമൊന്നും യേശു പ്രത്യക്ഷമായിട്ട് അറിയുന്നില്ല. എന്നാൽ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാരുടെ മധ്യേ തോമസും ഉള്ള സമയത്ത് യേശു ക്രിസ്തു എത്തുമ്പോൾ തോമസിന് തൻ്റെ വിലാപ്പുറവും കയ്യും കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തു തോമസിൻ്റെ ആ പ്രതികരണത്തിന് മറുപടി പറയുകയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകളെ അറിയുന്ന, നമ്മുടെ ചിന്തകളെ അറിയുന്ന, നിരൂപണങ്ങളെ അറിയുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അറിയുന്ന സർവജ്ഞാനിയായ യേശുക്രിസ്തുവിനെയാണ് നാം പിൻപറ്റുന്നത്. ഈ ഒരു വെളിപ്പാടും തിരിച്ചറിവും ദൈവസഭയുടെ പണിക്ക് വളരെ ആവശ്യമാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏകാഗ്രമാക്കാം, സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.